ഒരു വയസ്സിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് ദിയയുടെ കുടുംബത്തിലെ ഏറ്റവും ഇളയ വ്യക്തിയായ ഓമി. അതിന് പിന്നാലെയാണ് പ്രേക്ഷകരും എന്ന് പറയാം. ഇപ്പോൾ ആരുടെ വ്ലോഗ് എടുത്തു നോക്കിയാലും അതിൽ ഓമി ഉണ്ടോ എന്നാണ് പ്രേക്ഷകർ ആദ്യം ശ്രദ്ധിക്കാറുള്ളത്. ഇപ്പോഴിതാ ഓമി ഒരു പുതിയ വാക്ക് പഠിച്ചിരിക്കുന്നു എന്ന് ദിയ തന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അത് അറിയിച്ചിരിക്കുകയാണ്. ആരാധകരെല്ലാവരും ഈ ഒരു വാർത്തയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ തന്നെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു എന്ന് തന്നെ പറയുകയും ചെയ്യാം. ആരാധകർക്ക് അത് വളരെയധികം തന്നെ മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഓമി ഒരു പുതിയ വാക്ക് പഠിച്ചു എന്ന സന്തോഷത്തിലാണ്. എല്ലാവരും ആ കുഞ്ഞിൻ്റെ പിന്നാലെയാണ് എന്ന് പറയാം. ഈയിടയ്ക്ക് അഹാനയുടെ ഒരു അഭിമുഖത്തിൽ പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നത് ഓമിയെ പറ്റി തന്നെയായിരുന്നു. ഓമിയെക്കുറിച്ചുള്ള ക്വസ്റ്റ്യനിൽ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അത്രയും ആളുകൾ ആ ഒരു ഇൻ്റർവ്യൂ കണ്ടത് എന്ന് കൂടി പറയണം. ഓമി ഇപ്പോൾ രാജാവാണ്. ഓമി ആദ്യത്തെ ഗ്രാൻഡ് ചൈൽഡ് ആയതുകൊണ്ടും ആ വീട്ടിൽ ഇപ്പോൾ എല്ലാവരും ഒരു കുഞ്ഞിനെ എടുത്ത് താലോലിക്കുന്ന ഒരു പ്രായമാണ് എന്നത് തന്നെയാണ് സത്യം. ശരിക്കും അവൻ വരുന്നത് വരെ ഞങ്ങൾ ആരും അത് കരുതിയിരുന്നില്ല. ഞങ്ങൾ അവനെ ഇത്രമാത്രം സ്നേഹിക്കുമെന്നൊന്നും ഞങ്ങൾ കരുതിയിരുന്നില്ല. ഞങ്ങളുടെ സഹോദരിയുടെ കുഞ്ഞാണ്, അതുകൊണ്ട് തന്നെ അവനോട് സ്നേഹം കാണും. പക്ഷേ ഇത്രമാത്രം ഞങ്ങളെല്ലാവരും അഡിക്റ്റായി പോകുമെന്നൊന്നും ഞാൻ കരുതിയില്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അക്കൂട്ടത്തിൽ തന്നെ പ്രേക്ഷകരും ഇതേ വാർത്തയെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുകയും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഈ ഒരു വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നു. പ്രേക്ഷകർക്ക് വളരെയധികം നന്നായി മനസ്സിലാകുന്നൊരു വാർത്തയായി ഇത് വളരെ പെട്ടെന്നാണ് മാറുന്നത്. പ്രേക്ഷകരെല്ലാവരും ദിയ കൃഷ്ണയുടെ പുത്തൻ വീഡിയോ തന്നെയാണ് ഏറ്റെടുക്കുന്നത്. ഈ വീഡിയോയിൽ കൃത്യമായി പറയുന്നത് അശ്വിൻ്റെ ഭാഷയിൽ ഇങ്ക എന്ന് പറയുകയാണ് ഓമി എന്നാണ്. പാല് എന്ന് പറയുന്നതിന് പകരം എല്ലാവരും ഇങ്ക തരാം എന്ന് പറഞ്ഞ് കുഞ്ഞുവാവകളെ പഠിപ്പിക്കാറുണ്ട്. ഇനി അതാണോ ഓമി പറയുന്നതെന്ന് പ്രേക്ഷകർക്ക് കൃത്യമായി അറിയില്ലെങ്കിലും ഓമി ഇപ്പോൾ അവൻ്റെ അച്ഛനും അച്ചമ്മയും ഒക്കെ പറയുന്നത് കേട്ട് തമിഴ് പറയുകയാണോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. ഓമി ഇങ്ക എന്ന് പറയുമ്പോഴേക്കും അമ്മ ഇങ്ക എന്ന് ഓമി പറയുന്നത് നമുക്ക് കേൾക്കാം. പുതിയ വാക്ക് പഠിച്ചു ഓമി എന്നാണ് ഇപ്പോൾ ദിയ ആരാധകരെ അറിയിക്കുന്നത്. എന്തുണ്ടെങ്കിലും അത് ആരാധകരെ അറിയിച്ച് ഓമിയുടെ കാര്യങ്ങളെല്ലാം പ്രേക്ഷകരെ ഒരു മടി കൂടാതെയും അറിയിക്കാറുണ്ട്. കുഞ്ഞ് ആശുപത്രിയിലാകുമ്പോഴോ കുഞ്ഞിന് വയ്യാതാകുമ്പോഴോ ദിയ ആകെ ഡൗൺ ആയി പോകും. ആ സമയത്ത് ആരോടും പറയാറില്ല. ചിലപ്പോൾ വീട്ടിൽ പോലും പറയാതെ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകും. ആ സമയത്ത് ദിയയ്ക്ക് വല്ലാത്ത ടെൻഷനാണ്. ബിസിനസ് പോലും ദിയ നേരാവണ്ണം ആ സമയത്ത് നോക്കില്ല. ഏതൊരമ്മയ്ക്കും അത് മനസ്സിലാകും, പ്രത്യേകിച്ച് കുഞ്ഞിനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഏതൊരമ്മമാർക്കാണെങ്കിലും. ദിയയ്ക്ക് കുഞ്ഞുങ്ങളെ വളരെയധികം ഇഷ്ടമാണ്. അത് നേരത്തെയും പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.